ഓക്കെ വി ആർ സ്റ്റാർട്ടിങ് ദ ട്രക്കിംഗ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എലിഫൻ്റ ബീച്ചിൻ്റെ ട്രക്ക്. ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ. 19 ജാനുവരി. ഓക്കെ സെറ്റായി. 11:30. ഓക്കെ ഇവിടെ നിന്ന് അരമണിക്കൂർ ട്രക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എലിഫൻ്റ ഇതിനുള്ള ട്രക്ക് തുടങ്ങിയിട്ടുള്ളൂ. ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തന്നെ ചെറിയ ടെൻഷനുണ്ട്. ഇവിടുത്തെ റിവ്യൂസ് പറയുന്നത് ഇവിടെ ചെറിയൊരു കാട് വഴിയൊക്കെ പോകണമെന്നാണ്. ഇത് നമ്മുടെ നാട്ട് ഒരു വില്ലേജ് ടൈപ്പ് എൻവയോൺമെൻറ്റാണ്. റൂട്ടൊക്കെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ഉണ്ടോ, വലിയ വിഷയമൊന്നുമില്ല. അരമണിക്കൂർ മതിയെന്നാണ് പറയുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ അവർ സ്ട്രെങ്ത്. അപ്പോൾ എനിക്കത്ര സ്ട്രെങ്ത് ഇല്ലാത്ത കാരണം ഞാനൊരു 3/4 മണിക്കൂറാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വീടുകളൊക്കെ ഉണ്ട് സൈഡിൽ. ഓക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കറക്റ്റ് സമയം 11:39. അവിടെ എത്തുമ്പോൾ എത്ര സമയമാവും നമുക്ക് നോക്കാം. ഇതൊരു നാട്ടിൻപുറത്ത് കയറ്റമാണ്. ഇത് അധികമില്ലെങ്കിൽ നാളെ അവരെയും കൊണ്ട് ഈ വഴി വരാം എന്നാണ് എനിക്കൊരു വിചാരം. പക്ഷേ കയറ്റം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, കാരണം കൊച്ചിൻ്റെ ഓൾറെഡി ഇച്ചിരി കണ്ടീഷൻ മോശമാണ്. ദൈവമേ, ഇത് ഏതാവോ? ഇതെങ്ങനെ അറിയാം? കൺഫ്യൂഷനാണല്ലോ. ഇതാണോ? രണ്ടും ഒരേ സ്ഥലത്തേക്കാണോ പോകുന്നത്? അതും കാണുന്നില്ല. ഇതൊരു മറ്റടുത്ത പരിപാടി പോലെ. നോക്കട്ടെ. ലക്ഷണം കണ്ടിട്ട് ഇത് വഴി തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്തുണ്ട്. ഒരിക്കലും ബീച്ചിലോട്ട് കയറാൻ പാടില്ലല്ലോ, ഇറക്കമല്ലേ പതിവ്. ടുവേർഡ്സ് ദ സീ ലെവൽ. ഇതൊരു കയറ്റമാണല്ലോ, എവിടെയെങ്കിലും ഇറങ്ങുമായിരിക്കുമല്ലേ. അവിടെ ഒരു പാത്ത് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ ഐ തിങ്ക്. നിലത്ത് നോക്കിയേ എനിക്ക് പോകാൻ സാധിക്കൂ, കാരണം പാമ്പുണ്ടെങ്കിൽ. ഓക്കെ സോറി ഫോർ കാര്യം. ഓക്കെ, ഇത് നാട്ടിൻ പ്രദേശമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട്. ആനെ കണ്ടാൽ ഞാൻ ക്യാമറ ഇട്ടിട്ട് ഓടുവേ ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഈ ട്രിപ്പിന് ദൈവമേ, എനിക്കിഷ്ടം ഇങ്ങനെ നടക്കാൻ, വലിയ വിഷയമൊന്നുമില്ല. ഭയ്യ എലിഫൻറ്റ് യഹി നാ? ठीक है, താങ്ക് യു ജി. ഇത് തന്നെ സാധനം. നാട്ടുകാരൊക്കെ കയറി വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ടൂറിസ്റ്റിനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഇടയ്ക്കൊരു മാംഗ്രൂവ്സ് വരുന്നുണ്ട്. അപ്പം മാംഗ്രൂവ്സ് പണി തരാതിരുന്നാൽ അടിപൊളി. നോക്കാം. എല്ലാവരും ഒരു നോട്ടം ഇനി ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടാണ്. വാ, അടിപൊളി. അറിയില്ല കേട്ടാ, ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു കുന്ന് കയറി, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നതാന്ന് പറഞ്ഞാൽ ഞാൻ ഈ നെറ്റിൽ നോക്കിയിട്ട് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വീഡിയോ കാണാൻ പറ്റുന്നില്ല. ഈ ട്രക്ക് നല്ലതാണോ അല്ലയോ എന്നില്ല. ഇതൊന്ന് നമ്മളൊന്ന് വീഡിയോ എടുക്കുന്ന അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്കെങ്കിലും ചെറിയൊരു ഉപകാരപ്പെടും. ഈ വഴി സേഫാണോ അല്ലയോ എന്നുള്ളത്. ഇവിടം വരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡും വൈഫൊക്കെ നല്ല കട്ടക്കണപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ
പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നത്. മോനെ പഴയ ഓർമ്മകൾ നാട്ടിലെ കശുവണ്ടിയുടെ. എത്ര നാളായി ശശികുട്ട നിന്നെ കണ്ടിട്ട്. എൻ്റെ മോനെ എല്ലാം ഉണ്ടാവോ? നമ്മുടെ അവിടെയൊക്കെ വിറ്റിട്ട് ഇപ്പോൾ ഫ്ലാറ്റ് പണിത് നാട്ടുകാർ. അതാണ് കൊച്ചിയുടെ കുഴപ്പം. അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അയ്യപ്പ പ്ലെയിനായാലും ഈ ബ്ലൂ ഇട്ടവന്മാരാണെന്നാണ് ഗൈഡ്. അത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. ഇതൊക്കെ നാട്ടുകാരാ. പൊളി പൊളി. എനിക്ക് തോന്നണ ഈ ആനയോടുള്ള ഇതൊക്കെ നമുക്ക് വിടാം. പാമ്പ് മാത്രം സൂക്ഷിച്ചാൽ മതി. മുതലകളും ഈ ഭാഗത്തുണ്ടാവില്ല, കാരണം അവർക്ക് മാംഗ്രൂവ്സൊക്കെ വേണ്ടി വരും. ഇടുന്നില്ല, പാമ്പുകൾ മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ ഒരു ട്രാവലോഗർ അല്ലാത്തത് കൊണ്ട് ആൾക്കാരെന്നെ നോക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ദൈവമേ, വീണ്ടും ദ പാത്ത് ലെസ് ടേക്കൺ വരുന്നുണ്ടല്ലോ. ഇപ്പുറത്തുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് ആൾക്കാർ വരുന്നത്. ലെറ്റ്സ് ഗോ ദാറ്റ് വേ. പൊളിയാട്ടാ. അതായത് ചുമ്മാ ബോട്ടിൽ പോയിട്ട് 1000 രൂപ കൊടുക്കണതിന് പകരം ഏതൊരു പിശുക്കം കണ്ടുപിടിച്ചൊരു പാതയാണിത്. ഈ വഴിയും പോകല്ല, പിന്നെന്തിനും നമ്മൾ 1000 രൂപ കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുടെ ആരോ ഒരാളാണ്. ഇതുണ്ട് പൊളി. അയ്യപ്പ എന്നാ. അതെന്താ ഈ റൂട്ടിൽ ഇപ്പോൾ നല്ല തണലാണ്, അതുകൊണ്ട് തളരുന്നില്ല. ഈ കുത്തനെയുള്ള ട്രക്ക് പോലുള്ള സ്ഥലമാണെങ്കിൽ, അതായത് കുന്നുംപുറമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെയിലൊക്കെ അടിച്ച് ചെറുതായിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നും. ഇത് ചുമ്മാ കാട്ടിനിടയിൽ കൂടെ നടന്നു നോക്കി, ചുമ്മാ കാട്. നല്ല രസമുണ്ട്. സ്റ്റെപ്പ് പോലൊക്കെ റൂട്ട്സാണ് കേട്ടോ. എല്ലാം റൂട്ട്സൊക്കെ ഡിസൈൻ ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടേക്കണം. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ. ഇതിൽ റൂട്ട്സാണോ പാമ്പാണോ എന്ന് എങ്ങനെ അറിയും? അതാണ് രസം. ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നിടത്തോളം കാലം ഇവിടെ വെള്ളമൊക്കെ പിടിച്ച് അതൊക്കെ ഇപ്പുറത്ത് വിടുക. ഇപ്പുറത്തുണ്ട് വഴി. ആൾക്കാർ വരുന്നതിന് മുമ്പ് നമുക്കും തിരിച്ചെത്തണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരിക്കലും ഫാമിലിനെ വരില്ല ഈ വഴി, പക്ഷെ എനിക്ക് വരാം. അടിപൊളി. കൂട്ടുകാർക്കൊക്കെ ഒരു രസം. നമ്മുടെ നാട്ട് മൂടണുണ്ടല്ലോ. ഇല്ല, മൂടുന്നു. ദൈവമേ, ഈ ഏരിയ കാണുമ്പോൾ പേടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നടക്കുക. അതാണൊരു പേടിത്തണ്ടം പറ്റുന്നത്. അതേ നടക്കുള്ളൂ. പറഞ്ഞു വന്നത്, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടാകെ 15 മിനിറ്റേ ഉള്ളൂ. അവിടെ നിന്നും ഒരു 5 മിനിറ്റും കൂടി രാധാനഗർ. അതായത് നോക്കുവാണെങ്കിൽ ഹാവലോക്കിൽ ടോട്ടൽ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ടു സൗത്ത് 30 മിനിറ്റ്സ്. അതിൻ്റെ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറയുന്നു. വൺ ഈസ് കാലാപത്തൂർ റൂട്ടിൽ ഫ്രം ദ ജെട്ടി. രണ്ടാമത്തത് രാധാനഗർ. അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം. അടിയാ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ. രസം ഉണ്ടാക്കിയിട്ടുണ്ട്.
Okay, what we are doing to the forest or the world is but a mirror reflection of what we are doing to ourselves, to one another. കൊച്ചിക്കാരിയെ കണ്ട. നമ്മുടെ അവിടെ പാടം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എളമക്കരയിൽ. അവിടെ പാടം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് ഇപ്പോൾ. എന്താ അവസ്ഥ. അപ്പോൾ ബാക്ക് ടു ഇവിടെ. പേടിപ്പിക്കല്ലേ. അപ്പോൾ 2 പെട്രോൾ പമ്പായിരുന്നു ഹാവ്ലോക്കിലും, ഒന്ന് രാധാനഗറിലും, ഒന്ന് കാലാപ്പത്തൂർ റൂട്ടിലും. കാലാപ്പത്തൂരില്ല, അതിന് മുമ്പ് തന്നെ, ജംഗ്ഷന് മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കുന്ന സമയം 5 മണിക്ക് മുമ്പ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. കാരണം ഞാൻ ഇന്നലെ 2 തവണ പോയി. ഒന്ന് 7 മണിക്കും പോയി. അപ്പോൾ അവർ പരിപാടി നിർത്തി. ഓക്കെ, ഈ റൂട്ട് കുറച്ച് പണിയാണ്, ആ റൂട്ട് കുറച്ചുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചാൽ മതി. 2 വീലർ നിങ്ങൾ 2 പേരാണെങ്കിൽ 2 വീലറിൽ ഹാവ്ലോക്ക് വളരെ ചുരുക്കം ഇതിൽ കഴിയും. ഒട്ടും ആർഭാടം വേണ്ട. ഡോണ്ട് ഡിസ്റ്റർബ് ദി ഫോൺ ആൻഡ് ഫ്ലോറ. നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഒന്ന് പോയിക്കോട്ടെ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നല്ല പ്രൈസിങ്ങാണ്. അതായത് ഒരു ചെറിയൊരു മസാല ഷടിക്കണമെങ്കിൽ 300 രൂപ, ഒരു തപ്പത്തിന് 200 രൂപ. പക്ഷെ പുറത്തിറങ്ങിയാൽ കുറച്ച് സാധാരണക്കാരുടെ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 300 രൂപയ്ക്ക് 2 പേർക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോ ഓർ 2 വീലർ ഇസ് എനഫ്. ഞാനിപ്പോൾ 2 വീലർ ഹയർ ചെയ്താണ് വന്നിരിക്കുന്നത്. 500 രൂപ പെർ ഡേ. ഒരു 100 രൂപയുടെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഓടിക്കോളും. ഒറ്റ കാര്യമുള്ളൂ, ഇന്നലെ എനിക്കൊരു പണി കിട്ടിയാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് നോക്കുക ഫങ്ഷനിങ് ആണോ എന്നുള്ളത്. ചിലപ്പോൾ വർക്ക് ചെയ്യാതെ ഇരിക്കും. ഓക്കെ, കാടിൻ്റെ സൗണ്ട് കേട്ടോ. ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നറിയില്ല. ഞാൻ കുറച്ച് നേരം മിണ്ടായിരിക്കും. ഒരു കിളിയൊക്കെ കിട്ടുന്നു, കച്ചാന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ കാടായി, ഇവിടെ ഒന്നുമില്ല. കയ്യിലൊരു കത്തി എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചാണ് ട്രിപ്പിന് മുമ്പ്. കുക്രി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഉപയോഗിക്കുന്നത്, പിന്നെ കാളുകൾ ഉപയോഗിക്കുന്നതാണ്. നല്ല കത്തിയാണ്, ഒറ്റ വെട്ട് മതി, പരിപാടി തീർന്നു. മനുഷ്യൻ്റെ അല്ല, ഏതെങ്കിലും മൃഗത്തിനെ ആക്രമിക്കാൻ വന്നാൽ മാത്രം ഉപയോഗിക്കാനുള്ളൂ. മറന്നുപോയി മേടിക്കാൻ. അപ്പോൾ അതാണ് ഹാവ്ലോക്കിൻ്റെ സ്റ്റോറി. വന്നിറങ്ങാൻ നല്ല ബീച്ചുണ്ട്. നിങ്ങൾ ഒരു ബീച്ച് എന്ന നിലയിൽ വരിക, വേറെ ഒന്നിലും പെടാതിരിക്കുക. സ്കൂബ ഡൈവിങ് ചെയ്യുക, സ്നോർക്കലിങ് ചെയ്യുക. അതായത് ആ ബീച്ചിൻ്റെ ഉള്ളിലോട്ട് പോകണം, അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജെറ്റ് സ്കീയോ പാരാസെയിലിങ്ങോ ഗോവയിലും ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ വെള്ളത്തിൽ ഉള്ളിലോട്ട് പോയാലൊരു സുഖമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. സ്നോർക്കലിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ 2 റൂട്ടുണ്ടല്ലോ ഇവിടെ. ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്താൽ അടിപൊളിയായിരിക്കും. അയ്യോ, ഇപ്പുറത്ത് നല്ല സംഭവം റൂട്ടുണ്ടായിരുന്നല്ലോ. ആ വരുമ്പോൾ വഴിയോ. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ടും വലിയ വിഷയമൊന്നുമില്ല. ഒരു സാധനത്തിൻ്റെ എൻ്റെ മോനെ, അതിൻ്റെ ലെങ്ത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. അത് എൻ്റെ അളിയോ, ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇവൻ്റെ ലെങ്ത് എത്ര കൊല്ലം പഴക്കമുണ്ടാവുന്നു. എൻ്റെ മോനെ, ഞാൻ അവിടെ പോയിരുന്നാൽ നിങ്ങൾക്കത് പിടികിട്ടുള്ളൂ. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. യമണ്ടം മരം
എന്തിനായിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. 4 ശശിക്കുട്ട നിൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു, വരുമ്പോൾ എടുക്കാം. എൻ്റെ അമ്മ എന്തുവാടേ കണ്ട, ക്യാമോഫ്ലാജ് അടിച്ചൊരു അരണ അച്ഛനിങ്ങനെ ആരാണ്ട് ഈ പച്ച ഉടുപ്പിട്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന പുള്ളി നോക്കണം. നീ അടുത്താണ്. അരണകൾ കുഴപ്പമില്ല, പാവങ്ങളാണ്, അവരും പേടിച്ച് മറിക്കോളും. ആനപ്പിണ്ടൊന്നും കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഒടികൊള്ളുക, അതൊന്നും ചെയ്യാനില്ല. ബാക്കിൽ ആളുണ്ട് കേട്ടോ, ഗൈഡുകളാണ് പറയുന്നത്. ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. എത്ര ഡിസ്റ്റൻസ് ഇരിക്കിനി? 500 മീറ്റേഴ്സ്. ആ മാംഗ്രൂവ്സിൽ വെള്ളം ഇരിക്കാ, തണ്ണി ഇല്ലല്ലോ, ഇരിക്കാ ഷൂറിനോ? ശരി. പണിവാളി, ഞാൻ വിചാരിച്ചാണ് നമ്മുടെ കപ്പലിട്ടുകൊണ്ട് വരാമെന്ന്. ഇനിയിപ്പോൾ നോക്കാം. അടിപൊളിയല്ലേ? അടുത്ത സിറ്റി പ്ലാൻ ഇത് ആരോ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് അല്ലേ? പക്ഷെ ഇവിടെ ആർക്കാണ് എൻട്രി ഫീ ഒന്നും മേടിച്ചില്ല. അപ്പോൾ ആർക്കാണ് ഇതിലൊരു ഗുണം ഈ വഴി വരുന്നതിൽ? ഇതൊക്കെ പണിയുമ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? ആർക്കാണ് ബെനിഫിറ്റ് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഒരു 25 രൂപ എൻട്രി, ഓക്കെ, മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓക്കെ, അണ്ടർസ്റ്റുഡ്. ശരിക്കും നോക്കണം. പച്ചിലപ്പാമ്പുകളാണ് ഞാൻ മെയിൻലി കണ്ടേക്കണം ഇവിടെ. അതുകൊണ്ട് ആ ക്യാമോഫ്ലാജ് അടിച്ച് നിൽക്കുന്ന ആളുകളെയാണ് കാണേണ്ടത്. ആയിക്കോട്ടെ. ഇപ്പോൾ മാംഗ്രൂവിൽ പോയി ഷൂ ഇടണമെങ്കിൽ ആകെ ഞാൻ മൂഡ് ഓഫ് ആവും. പക്ഷേ പോട്ടെ, കുഴപ്പമില്ല. 500 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ തമിഴന്മാർ 500 മീറ്റർ, നമ്മുടെ മലയാളികളുടെ ഒരു 250 മീറ്റർ 1 കിലോമീറ്ററിൽ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ എത്തും. ഞാൻ തുടങ്ങിയത് ഒരു 11:39 ആണ്, ഇപ്പോൾ 11:57 ആയി. 18 മിനിറ്റിൽ പിന്നെ ഒരു 500 മീറ്റർ കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ 25 മിനിറ്റിലെത്തും. ഓക്കെ, സ്പീഡ് ഇസ് ഗുഡ്. ക്ലീൻ അപ്പ് ദി എർത്ത് ഇസ് ദി ഓൺലി ഹോം വി ഹാവ്. കറക്റ്റാണ്. അടുത്ത ജമ്മുണ്ട്, എന്തോ ആയിരിക്കും. തുടങ്ങട്ടെ. ഫോട്ടോ ഇങ്ങോട്ട് കൊള്ളാം.
എൻ്റെ അമ്മോ. ചെറിയ പാത്ത് വയസ്സ് എനിക്കൊരു ഭയമാണ്. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മരത്തിൻ്റെ. അതിനൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലേ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്താൽ നിങ്ങൾക്ക് 10 രൂപ വരും. സത്യം. ആർട്ടോകാർപ്പസ് ചപ്ലാഷ. പേര് മാത്രമേ കൂടുതലുള്ളൂ. കിട്ടില്ല മരവും. മനുഷ്യർ ഇവിടെ കൊണ്ടൊന്ന് പാത തെളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഈ വഴി കുറേ സംഭവങ്ങളൊക്കെ നടന്നേനെ. എന്ത് പറയാം. എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആനയുണ്ടെന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരാനയിട്ട് ആരെ കൊണ്ടുവന്നിട്ട്? അല്ലെങ്കിൽ തള്ളാന ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ അവർ ഈ ഐലൻഡിൽ വന്ന് വിട്ടു? കഴിഞ്ഞ് റേഞ്ച് ഉണ്ട് കേട്ടോ മൊബൈലിനൂടെ. ഭയങ്കരം തന്നെ. മെസ്സേജസൊക്കെ വരുന്നുണ്ട്. കേബിൾ പോകുന്നുണ്ടല്ലോ. FTTH കേബിളാണല്ലോ. BSNL. ഓ വെറുതെ അല്ല, വല്ല ടവറൊക്കെ ഉണ്ടാവും. ഓ അമ്മമാർ ഈ വഴി എടുത്തല്ലേ. ഓക്കെ, മേക്ക് സെൻസ്. ഇപ്പോൾ BSNL ടവർ അവിടെ ഉണ്ടാവും. കുറച്ച് വല്ല എയർടെലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നല്ല വെൽ ഡിഫൈൻഡ് റൗട്ട്സാണത്. ഒരു പ്രശ്നമില്ല. ഞാൻ കണ്ടൊരു സായിപ്പിൻ്റെ വീഡിയോ. എൻ്റെ പുള്ളി ഒരു പാമ്പിൻ്റെ അവിടെ കാണിച്ച് ആളെ പേടിപ്പിച്ചു. അതെ, മാംഗ്രോവ്സ് എത്തിയിട്ട് ഇവിടെ നിന്നാണ് എനിക്ക് ഞാൻ സംശയിച്ച ആ ഒരു സീൻ വരുന്നത്. വെള്ളം ഉണ്ടല്ലോ. അലമ്പായി പോട്ടെ. വിവരം एलिफेंट बीच. सीधा ही जाना है ना यहाँ से? ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് എന്ന് പറയുന്നു. അളിയോ, ഇതെങ്ങനെ ഞാൻ പോകും? ഇത് ഞാൻ ശരിപ്പൂര ഇവിടെ നിന്ന് തന്നെ ഊരുന്നതാണ് നല്ലത്. ഇതിലോട്ടെ സന്തോഷം. അയ്യപ്പ, മാംഗ്രൂവ് പ്ലാന്റേഷൻ 2022. ഇവിടെ ആരടാ പ്ലാന്റ് ചെയ്തത്? ഇപ്പോൾ ഞാനെന്ത് ചെയ്യും? എലിഫൻറ്റ് ബീച്ച് ലെഫ്റ്റ്. സ്നെയിലൊക്കെ കിടപ്പുണ്ടല്ലോ. വലിയ വിഷയമില്ല കേട്ടോ. എന്നാലും എനിക്കൊരു ചെറിയ പേടിയില്ലാതില്ല. പറ്റുന്നത്ര ലാൻഡ് വഴി പോവാം. വെള്ളമുള്ള ദിശയിലേക്ക്
ഒരു ഇത് വേണ്ട. ഉണ്ട് സെറ്റപ്പ് അല്ലേ? നല്ല വെള്ളം. സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ജാനുവരിയിൽ വരുമ്പോൾ ഇതൊക്കെ വറ്റിയിരിക്കുന്നു. എൻ്റെ അമ്മയെ ഒക്കെ നമ്മുടെ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയിൽ ഞാൻ ഒഴിവാക്കി ഈ വഴി, നടക്കില്ല. ഒറ്റയ്ക്ക് വരുന്നവർക്ക് ജസ്റ്റ് ഒരു ചേഞ്ച് അല്ലേ? ഇവിടെ ആരാണ്ട് മാംഗ്രൂവൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പോയി മോനെ. ചെറുതായിട്ടൊന്ന് തട്ടി വീണ് എന്താണ് കാല് ശരിക്കും നോക്കി വേണം വരാൻ. നല്ല വെള്ളമുണ്ട്, നല്ല പ്യുവർ വെള്ളമാണ്. നോക്കി കണ്ടോ? പിന്നെ പോകുന്നതാണ് നല്ലത്. ഇവിടെ നല്ല ചൂടുണ്ട്. ഇതുണ്ടോ? ചെറുതായിട്ട് വഴി മാറിപ്പോയി സാറേ. ഓക്കെ, അതിന് ഗൈഡ് പറഞ്ഞനുസരിച്ച് ഈ ലെഫ്റ്റ് വഴി പോകുന്നതാണ് നല്ലത്. എന്താ റൈറ്റ് വഴി ആൾക്കാർ വന്നിട്ട് അവരെ മുട്ട് വരെ വെള്ളമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ വഴി പോയാൽ മതി. ഓക്കെ, ഇവിടെ മുട്ട് വരെ ഇല്ല. ആറടിക്കാരൻ്റെ മുട്ടാണ് ഉദ്ദേശിച്ചത്, കാരണം എൻ്റെ മുട്ട് വരെ വെള്ളം ഉണ്ടല്ലോ. അയ്യോ, ആ മുട്ട് പോയി. ഓക്കെ, കുഴപ്പമില്ല, മുട്ടിൽ രക്ഷപ്പെട്ട്. ഇത് എന്ത് ഉറപ്പിലാണ് ഇവന്മാർ ഈ വഴി വരുന്നത്? ഇത് പാമ്പുണ്ടെങ്കിൽ പോലും എങ്ങനെ അറിയും? മാരൊക്കെ റിസ്ക്കാട്ടാ. അവന്മാർ പറയുന്നത് ഇനി ആ വഴി, അമ്മമാർ ആ വഴിയാണ് പോകുന്നത്. ദൈവമേ, ഇത് അടിയിലോട്ടൊക്കെ മുട്ട്. ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ. എന്ത് തേങ്ങ. അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പൊക്കത്തൂടെ നടക്കും. कौन सा रूट अच्छा है? यहाँ से सीधा है ना? അപ്പോൾ അമ്മ ഈ വഴി വന്നത് അതാ പറ്റിയത്. ഇവിടെ ഒരു ചെറിയൊരു ഈ ഏരിയ, ഈ വഴി പണിയാണ്. അപ്പം വരുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് വരിക. ഓക്കെ, അമ്മേ അളിയാ ബീച്ചെത്തി അളിയാ ബീച്ചെത്തി. അവൻ ആദ്യം കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല. ഹ്യൂമനായി എത്തുന്ന സ്ഥലത്ത് ക്യാമറയ്ക്ക് എത്താൻ പറ്റില്ല. കൊള്ളാം. എന്നാലൊരു വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. സമയം എത്രയെന്ന് ഇനി അവിടെ നോക്കിയിട്ട് പറയാം. അവന്മാർ ഇവിടെ തന്നെ പോയാ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വന്യമൃഗങ്ങളുടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആകെയുള്ള പ്രശ്നം ഈ മാംഗ്രൂവ്സാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഒരു എക്സസൈസായിട്ട് എടുത്താൽ മതി. രാവിലെ ഓടേണ്ടത് അല്ലെങ്കിൽ വൈകിട്ട് ജിമ്മിൽ പോകുന്നത് ഇവിടെ വന്ന് തീർക്കാം. ഓക്കെ, ഏത് മരങ്ങളാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇവിടെ വെള്ളപ്പം നല്ല മഴയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും. ഇവിടെ ഈ വഴി അടുക്കാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം അങ്ങനത്തെ സാൻഡാണ്. എന്ത് നല്ല മണ്ണാണെന്നറിയോ. നമ്മുടെ പണ്ടൊക്കെ ഈ നാട്ടിൽ മണ്ണുണ്ടാവുമായിരുന്നു. ഞാൻ പറയുന്നത് 90കളിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാടൻ പ്രദേശത്തൊക്കെ ഈ മണ്ണുണ്ടാവുമായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല. അതിൻ്റെ മുകളിൽ കൽപ്പൊടിയൊക്കെ അടിച്ച് അവിടെ ബിൽഡിങ് പണിത് അതെ ഇതായി. പക്ഷേ കടലിലെ സൗണ്ടൊക്കെ ഉണ്ടോ? എൻ്റെ മോനെ കട്ടർ വിട്ട്. ഇങ്ങനെയുണ്ട് സാധനമൊക്കെ. മഹാരക റൂട്ടല്ലേ കണ്ടാ? കടലുണ്ടാ? കടലെത്തി. ഇത്രേ ഉള്ളു സാധനം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ബോട്ട് കൊടുക്കാം. 1000 രൂപയുടെ, പക്ഷേ അതിലവർ സ്നോർക്കലിങ്ങും തരും കേട്ടോ. അങ്ങനെയല്ല എന്ന് തോന്നുന്നു. നാളെ ഞങ്ങൾ പോകുന്നത് ആ വഴി, സ്നോർക്കലിങ്ങും 1000 റുപ്പീസ് വഴി. നാളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ എന്താണെന്ന്.
കാരണം കൊച്ചിനൊന്നും വയ്യാത്തതുകൊണ്ട്. അവൻ്റെ ശരിയായി, എന്നാലും നടക്കാനുള്ള ആയിട്ടില്ല. കിടില്ല. ഇതൊരു കമേഴ്ഷ്യലാണല്ലോ. മണ്ണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ചെക്ക്. നമ്മൾ 11:35 39 തുടങ്ങിയത്. ഓക്കെ, 35 മിനിറ്റ്സ്. ഓക്കെ, കപ്പിൾ ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വർത്താണ്, ഞാൻ പറയുന്നത് വർത്താണ്. അയ്യോ, എന്താ സാധനം അല്ലേ. ഓ കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഉണ്ടോ, ക്ലിയർ വെള്ളം, വർത്താണ്, ഒരു രക്ഷയില്ല. ആൻഡമാനിൽ ജീവിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ഉണ്ട്, സാധനങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ചെയ്ത് കാരണം ഇച്ചിരി കൂടുതലാണ്. പക്ഷേ വല്ലപ്പോഴൊക്കെ വരാം, എന്താ രസം.